പ്രതിജ്ഞാവാചകത്തിൻ്റെ ആദ്യ ബിന്ദു തന്നെ ഞാൻ ഹിന്ദുവാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾക്ക് അവകാശം നിഷേധിച്ചതിനെതിരായിട്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ മനസ്സിലെയും കാലുഷ്യങ്ങളെയും മാലിന്യങ്ങളെയും നീക്കം ചെയ്യാനുള്ള ഒരു ശുദ്ധീകരണ ശ്രമമാണ് ഈ നടത്തുന്നത് എന്ന് പറഞ്ഞവരാണ് ആ വലിയ സമരത്തിൻ്റെ പങ്കാളികളായിരുന്നത്. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ്മനസ്സഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപിരം മഹത്. ഓം തത്സത്. ആരാധ്യനായ അധ്യക്ഷൻ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സാർ, ഇന്ന് ചരിത്രപ്രധാനമായ ഈ സെമിനാറിൽ പങ്കെടുത്ത് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഇതിന് ആഴവും പരപ്പും അർത്ഥഗരിമയും നൽകുന്ന ശ്രീമാൻ ഗംഗാധരൻ സാർ, ഈ ചടങ്ങിൽ സന്നിഹിതയായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ, നമുക്കേവർക്കും പ്രിയങ്കരിയായ ആരാധ്യയായ ശശികൽ ടീച്ചർ, ഇവിടെ 2 പ്രബന്ധങ്ങൾ, എൻ്റെ റോള് മാറിയതുകൊണ്ട് ഞാൻ 3 പറയുന്നില്ല, ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2 ശരിയായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഓർഗനൈസറിൻ്റെ എഡിറ്ററും ഭാരതത്തിലെ അറിയപ്പെടുന്ന ഒരു ചിന്തകനുമായിട്ടുള്ള ശ്രീമാൻ പ്രഫുൽ കേത്കർജി, ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ആരാധ്യനായ ഡയറക്ടർ കേസരിയുടെ മുൻ പത്രാധിപർ സഞ്ജയേട്ടൻ, തുടക്കത്തിൽ തന്നെ അതിമനോഹരമായ ഒരു പ്രാർത്ഥനാ ഗീതം കൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹിച്ച എല്ലാ ഈശ്വരീയ ചൈതന്യങ്ങളെയും ഈ ചർച്ചാ വേദിയിലേക്ക് ആവാഹിക്കാൻ പോന്ന വിധം ആധ്യാത്മികവും അതേപോലെ തന്നെ സ്വരസുഭകവുമായ ആ കീർത്തനം ആലപിച്ച ശ്രീമതി മാതങ്കി കൃഷ്ണമൂർത്തിജി, ആർ വി ബാബു, ഉണ്ണികൃഷ്ണൻ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പേരെടുത്ത് തന്നെ അഭിസംബോധന ചെയ്യേണ്ട ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് ആരെങ്കിലും മുന്നിൽ കാണുന്ന ചിലരെ മാത്രം പറയാൻ ഞാൻ അങ്ങോട്ട് നോക്കാതെ തന്നെ എല്ലാവരെയും സാദരം പ്രണമിക്കുകയാണ്. ഉദ്ഘാടന നടത്തണം ആ ഭാഗം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങളുടെയൊക്കെ മുഖം. പലയിടത്തും മുഖത്തിൻ്റെ പ്രകാശമൊന്ന് കെട്ടുപോയി. കാരണം പലരും ഇവിടെ എത്തിയത് നമുക്കെല്ലാം ഇപ്പോൾ ഒരു സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹാർട്ട് ത്രോബായി മാറിയിട്ടുള്ള ശ്രീമാൻ അണ്ണാമലൈ, അദ്ദേഹത്തെ പ്രതീക്ഷിച്ചാണ് നിങ്ങളെല്ലാവരും ഒന്നല്ല, പലരും പ്രതീക്ഷിച്ചു എന്ന് പറയാം. ഇവിടെ വരാൻ അതൊരു കാരണമായിരിക്കില്ല, കാരണം നമ്മളിലേറെ പേരും പ്രവർത്തകരാണ്. അപ്പോൾ പ്രകാശമൊരൽപ്പം കെട്ടുപോകുന്നത് കണ്ടു. മിനിഞ്ഞാന്നറിഞ്ഞെങ്കിലും ബാബുവും ഐക്യവേദിയുടെ ചുമതലക്കാരും ആ വിവരം നിങ്ങളെ ആരെയും നേരത്തെ അറിയിച്ചില്ല, ഇപ്പോഴാണ് അറിയിച്ചത്. പിന്നെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ബാബു പതിവില്ലാത്ത വിധം എന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. നാളിതുവരെ ഞാനത് കേട്ടിട്ടില്ല. മോശമില്ലാത്ത ഒരാളാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറയണമല്ലോ. അതുകൊണ്ട് അത്രയും ബാബു വാക്കുകൾക്ക് പഞ്ഞമുള്ള ആളുമല്ല, അതുകൊണ്ട് അത് നന്നായിട്ട് ഉപയോഗിച്ചു ആ സമയത്ത്. ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങൾ കേരളത്തിന് പുറത്താണ് പ്രവർത്തന കേന്ദ്രം എന്നുള്ളതുകൊണ്ട് ആധുനിക കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ദൂരെ നിന്ന് നോക്കിക്കാണുന്ന
വായിച്ചോ മറ്റോ മനസ്സിലാക്കാൻ മാത്രം സാധിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയവും ആധുനിക കേരളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ആ ഉയരത്തിലുള്ള ആഴത്തിലുള്ള ഒരു പ്രബന്ധം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യവുമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനം ആധുനിക കാലത്തെ ആ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ഒരു ആക്കമുണ്ടാക്കി കൊടുത്ത, അർത്ഥമുണ്ടാക്കി കൊടുത്ത ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ സെമിനാർ നടത്തുമ്പോൾ ആ ദിവസം പ്രസിദ്ധനായ മഹാകവി കറുപ്പൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. മഹാകവി കറുപ്പൻ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായത്തെക്കുറിച്ച്, ആ ജാതി സമ്പ്രദായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെയുള്ള വിപത്തിനെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും തൻ്റെ കാവ്യങ്ങളിലൂടെ, ജാതിക്കുമ്മി പോലത്തെ കാവ്യങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് യാഥാർത്ഥ്യത്തെ എത്തിക്കുകയും ചെയ്ത മഹാത്മാവാണ്. അയ്യങ്കാളിയെപ്പോലെ, ശ്രീനാരായണ ഗുരുദേവനെപ്പോലെ, ചട്ടമ്പി സ്വാമിയെപ്പോലെ, വാഗ്ഭടാനന്ദ ഗുരുദേവനെപ്പോലെ, ടി കെ മാധവനെപ്പോലെ, മന്നത്ത് പത്മനാഭനെപ്പോലെ നമുക്ക് നേതൃത്വം തന്ന ആ മഹാത്മാവിനെ ഇന്ന് വിശേഷാൽ സ്മരിക്കേണ്ടുന്ന ഒരവസരം കൂടിയാണ്. ജാതിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന 2 ചിത്രങ്ങളിലൊന്ന് കറുപ്പമാഷ്ടെ തന്നെയാണ്. ഒന്നാമത്തത് സ്വാമി വിവേകാനന്ദൻ്റെതാണ്. വിവേകാനന്ദൻ കേരളത്തിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹം നമുക്ക് മേലെ ഒരു വലിയ ശാപം ചൊരിഞ്ഞു പോയി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. മലബാർ ഒരു ഭ്രാന്താലയമാണ്. നമ്മൾ പലപ്പോഴും അത് പറയുമ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമിജി പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അത് ഫാക്ച്വൽ എററാണ്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് മലബാർ എന്നാണ്. അതിന് കാരണം മലബാറായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ചുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്, പ്രധാനമായിട്ടും ഈ തെക്കൻ ഭാഗത്തെ അവസ്ഥകളൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണ്. ഈ ഭ്രാന്ത് തൻ്റെ തന്നെ വർഗത്തിൽ, മനുഷ്യവർഗത്തിൽ പിറന്ന, ഹിന്ദുക്കളായി പിറന്ന പിന്നോക്ക വിഭാഗക്കാരെ തൻ്റെ നടവഴികളിൽ നിന്ന് ദൂരേക്ക് അകറ്റി നിർത്തുന്ന ഈ ഭ്രാന്ത് എന്നാണോ ഇവർ അവസാനിപ്പിക്കുന്നത്, അന്ന് മാത്രമേ ഇവരെ നമ്മൾ സാമൂഹ്യമായി ഉൾക്കൊള്ളാവൂ എന്നാണ് തമിഴ്നാട്ടിൽ പോയി അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇത്രയും വരെയൊക്കെ ശരിയാണ്. പക്ഷേ ഇത് പറയാൻ തക്കവണ്ണം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് എന്തായിരുന്നു സാഹചര്യം? അത് അദ്ദേഹം കൃത്യമായി ഭ്രാന്ത് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ ഭ്രാന്ത് എന്താണെന്ന് കറുപ്പനും വിശദീകരിക്കുന്നുണ്ട് ജാതിക്കുമ്മിയിൽ. സ്വാമിജി കൃത്യമായി പറയുന്നു, ഈ പിന്നാക്ക ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ പോയി മതം മാറിക്കഴിഞ്ഞാൽ, ഒരു ക്രൈസ്തവ നാമമോ ഒരു ഇസ്ലാമിക നാമമോ സ്വീകരിച്ചാൽ, ഏതെല്ലാം പൊതു സ്ഥലങ്ങളിൽ നിന്നാണോ അവർ ആട്ടിയകറ്റപ്പെടുന്നത് അവിടെയെല്ലാം സർവ്വ ബഹുമാനങ്ങളോടും കൂടി അവർ ആദരിക്കപ്പെടുന്നു. ഈ ഭ്രാന്ത് എന്നാണോ ഈ മലബാറുകൾ അവസാനിപ്പിക്കുന്നത്, അന്നേ വരെ മനുഷ്യരെ അംഗീകരിക്കാവുന്നതാണ്. ആദ്യത്തെ ഭാഗം പലപ്പോഴും ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കൊട്ടേഷനുകൾ ഉണ്ടാക്കാൻ നമ്മൾ വളരെ സമർത്ഥരാണ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഗീത പഠിക്കേണ്ട എന്ന് പറഞ്ഞ ആളാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയും. പിന്നെന്താ, ഫുട്ബോൾ കളിച്ചോളാൻ പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ്റെ മഹത്തായ സന്ദേശങ്ങൾ എന്താണ്? ഗീത പഠിക്കരുത്, ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനെ കണ്ടെത്തുന്നതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വിദഗ്ധന്മാർ കേരളക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ സ്വാമിജിയുടെ ഈ പ്രസ്താവനയിലെ ഈ ഉത്തരാംശത്തെ കാണാതെ പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതേതരം അല്ലാതായി പോകുമെന്ന ഭയപ്പാട് ഉണ്ടാകുമായിരിക്കാം. ഇതേപോലെ ഒരു വരി, ഇപ്പോൾ കറുപ്പൻ മാഷ ജന്മദിനമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ജാതിക്കുമ്മിയിൽ അദ്ദേഹം എഴുതിയ വരിയുണ്ട്.
അന്ത്യജനായ പറയൻ പോലും വെന്തിഞ്ഞയിട്ടു വരുന്ന നേരം എന്തേ വിലക്കാത്തു വെന്തിഞ്ഞ മാഹാത്മ്യം ചിന്തിച്ചിട്ടാകയോ യോഗപ്പെണ്ണേ, എന്തൊരന്ധവിശ്വാസങ്ങൾ ജ്ഞാനപ്പെണ്ണേ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ജാതി ഒരിക്കലും പിന്തുടരുത്, അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതുപോലെ തന്നെ മതം മാറി മറ്റൊരു മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരാരാധ്യരാകുന്നത്തോളം വലിയ അന്ധവിശ്വാസം വേറെന്തുണ്ട് എന്ന് ചോദിച്ച ആളായിരുന്നു കറുപ്പൻ. അങ്ങനെയുള്ള ആ മഹാത്മാവിൻ്റെ ജന്മദിനത്തിൽ അത് അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച തുടങ്ങുന്നത്. ഇവിടെ ബാബു അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഇ.വി. രാമസ്വാമി നായ്ക്കരെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ രാമസ്വാമി നായ്ക്കരുടെ പ്രസംഗത്തിൻ്റെ അദ്ദേഹം നടത്തിയ ആദ്യ പ്രസംഗത്തിൻ്റെ, ഇപ്പം സമീപകാലത്ത് ആധുനിക കേരളത്തിൽ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ കൂടുതൽ നടക്കുകയാണല്ലോ. നവോത്ഥാനം മതിൽ വരെ കെട്ടിയിരിക്കുക, അടുത്ത തവണ ഇനി കോട്ട കെട്ടുമായിരിക്കാം. അപ്പോൾ ഈ മതിലൊക്കെ കെട്ടുന്ന കൂട്ടത്തിൽ അതിനുശേഷം ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം നടത്തുമ്പോൾ കൂട്ടത്തിൽ മേൽവസ്ത്രം ധരിക്കാനുള്ള അധികാരത്തിനു വേണ്ടി ഏറ്റവും ദക്ഷിണ കേരളത്തിൽ തമിഴ്നാട്ടുകാർ നടത്തിയ പരിപാടി, ഇവിടെ കേരളക്കാർ നടത്തിയ പരിപാടി, ഇവിടെ രണ്ടിടത്തും ഒരുപോലെ കൊണ്ടാടപ്പെട്ട ഒരു നേതാവാണ് ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ. പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സാന്നിധ്യം വളരെ ഉദാത്തമായിരുന്നു, ഉന്നതമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ വൈക്കം സത്യാഗ്രഹ രേഖകൾ ഔദ്യോഗികമായി പുറത്തിറക്കിയ രേഖകളിൽ ഏതാണ്ട് 158ഓളം രേഖകളുള്ളതിൽ 2 രേഖയാണ് ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആ രേഖകളിലുള്ളത്. ഒന്ന്, അദ്ദേഹം വന്നു എന്ന പത്രവാർത്ത. രണ്ടാമത്തത് അദ്ദേഹം നടത്തിയ ആ പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വരികൾ പറഞ്ഞു. ഇവിടെ അതൊന്ന് കോട്ട് ചെയ്യുകയാണ്. അവിടെ ഈ വിവേകാനന്ദ സ്വാമികളുടെ ഉദ്ധരണി പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ കറുപ്പൻ മാഷ് ജാതിക്കുമ്മിയെ ഉദ്ധരിച്ചതുപോലെ ഒരല്പം ബന്ധമുണ്ട്. കുറച്ച് സൂചന ബാബുവിൻ്റെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് അദ്ദേഹം പറഞ്ഞത്, ഹിന്ദു മതത്തിൽ മാത്രം ജനങ്ങൾ കുറഞ്ഞു വരുന്നു, മറ്റു സകല മതത്തിലും ജനങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ട ഏറ്റവും വലിയ ആരോപണം അതാണ്. അദ്ദേഹം അജണ്ട മാറ്റുന്നു എന്നതിൻ്റെ സൂചനയായി ചിലരെല്ലാം കണ്ടെത്തിയത് ഇങ്ങനൊരു പ്രഖ്യാപനമാണ്. ഇത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആദ്യം പരസ്യമായി നടത്തിയത് തന്തൈ പെരിയാറാണ്, അല്ലെങ്കിൽ പെരിയാറാണ്, ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. കുറഞ്ഞു വരുന്നു. ഈ ആശങ്ക പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം വൈക്കത്ത് പ്രസംഗിക്കുമ്പോൾ പിന്നീട് പറയുന്നു, കൃത്യം കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ട് കോട്ട് ചെയ്യുകയാണ് ആ പ്രസംഗം. നമ്മുടെ ഇന്നത്തെ ഹിന്ദുമതം അധപ്പതിച്ചുവെന്ന് പരിഗണിക്കാം. ക്രിസ്തു മതത്തിലെ ജനസംഖ്യ 22%, ഇസ്ലാമിലേത് 5.2% വർദ്ധിക്കുകയും ഹിന്ദു മതത്തിലേത് 5% കുറയുകയും ചെയ്താണിരിക്കുന്നത്. അടുത്ത ചോദ്യം കൂടി ശ്രദ്ധിക്കൂ. നാം എന്ന് പറഞ്ഞാൽ ആരാണ്? പെരിയാർ. പിന്നെ ഒരു വർഷത്തിനുള്ളിൽ നാം എന്താണെന്ന് അദ്ദേഹത്തിന് പുതിയ നാം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ സനാതനം പ്ലേഗാണെന്നും സനാതനം ഡെങ്കിയാണെന്നും സനാതനം കൊറോണയാണെന്നും പിന്നെ കൊതുകാണെന്നും ഒക്കെ പറഞ്ഞെങ്കിൽ കൂടി രാമസ്വാമി നായ്ക്കർ 24 പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം സംശയിക്കുകയാണ്, എന്താ നാം വിവാഹം ചെയ്യാറില്ലേ? തീർന്നില്ല, നമ്മുടെ സ്ത്രീകൾ പ്രസവിക്കാറില്ലേ? മതകാര്യം രാജ്യകാര്യത്തെക്കാൾ വലുതാണ്. ഇവയുടെ പ്രസംഗത്തിലെ വരികളാണ്. മതകാര്യം, അതായത് ധർമ്മകാര്യം രാജകാര്യത്തെക്കാൾ വലുതാണ്. മതഭക്തിയെ അപേക്ഷിച്ച് രാജഭക്തി നിസാരമാണ്. ഹിന്ദു മതത്തിന് പ്രാചീനത കൂടിയാലും ഇന്ന് അത് ഏറ്റവും താണ രീതിയിലേക്ക് പോയിരിക്കുന്നു. തിരുവിതാംകൂറിൽ ഇതര ഭാരതീയ രാജ്യങ്ങളെ അപേക്ഷിച്ച് ക്രിസ്ത്യാനികൾ അധികമായിരിക്കുന്നതിന് കാരണം ഇവിടുത്തെ ഐത്തം മൂലമുണ്ടാകുന്ന മതപരിവർത്തനമാകുന്നു. അടുത്തൊന്നൊന്ന് ശ്രദ്ധിക്കൂ. ഇതെല്ലാം
ഇന്ന് അത് ആധുനിക കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തിലാണ് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വകുപ്പ് ഏത് വകുപ്പാണെന്ന് എനിക്കറിയില്ല, ബാബു ആ വകുപ്പനുസരിച്ച് എനിക്കെതിരെ കേസ് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്യുകയാണ്. ജാതി നശിപ്പിക്കാനല്ല വൈക്കം സത്യാഗ്രഹം. ഞാനിത് പലവട്ടമായി രേഖ പരിശോധിച്ച് ഇനി പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണോ എന്നും ചർച്ച നോക്കി. ജാതി നശിപ്പിക്കാനല്ല വൈക്കം സത്യാഗ്രഹം. ഹിന്ദു മതാനുസാരികളിൽ ഒരു വിഭാഗത്തിന് സഞ്ചാര സ്വാതന്ത്ര്യ സ്ഥാപനാർത്ഥമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ജാതി നശിപ്പിക്കണമെന്നല്ല, ഉയർന്ന ജാതി താണജാതി എന്നുള്ള നിലയെ നശിപ്പിക്കണമെന്ന് മാത്രമേ മഹാത്മജി പറയുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഇ വി രാമസ്വാമി നായിക്കരൊക്കെ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, ഒരുപക്ഷെ ആ സമയത്ത് സുപ്രധാന നേതാക്കന്മാരൊക്കെ ജയിലിൽ പോയിരുന്ന സമയത്ത് കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുണ്ടാകാം ഇങ്ങനൊരു മഹാത്മാവ്, ഒരു പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് വരണം, നേതൃത്വം കൊടുക്കണം എന്നത് ആവശ്യമായിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടാടുന്നുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിലായിരിക്കണം കൊണ്ടാടേണ്ടത്? കൊണ്ടാടേണ്ടത് അദ്ദേഹം അന്ന് ഇവിടെ എടുത്ത നിലപാടിനെയാണ് കൊണ്ടാടേണ്ടത്. അതിനുള്ള തൻ്റെ ഇടമുണ്ടോ? വോളണ്ടിയർമാർ സത്യാഗ്രഹം നടത്താൻ വേണ്ടി എത്ര സുന്ദരമായ വിധത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട ഒരു സമരമായിരുന്നു അത്. ടി കെ മാധവൻ്റെ സംഘാടക മികവ്, ആസൂത്രണ വൈദഗ്ധ്യം, ഇതെല്ലാം ഒരുപോലെ പ്രകടമാകുന്ന ഒന്നായിരുന്നു ആ സമരം. അതിൽ പറയാനുള്ള എടുക്കാനുള്ള പ്രതിജ്ഞ പോലും വീണ്ടും ഒന്നുകൂടി പറയാനുള്ള തൻ്റെ ഇടം, ചങ്കൂറ്റം ഇല്ലാത്ത വിധത്തിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു. എസ് ബിജു അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു ഇത് പറയാൻ തയ്യാറുണ്ടോ എന്നൊക്കെ. കുറച്ചു നേരം പ്രസംഗിക്കാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ ബിജു കുറച്ചുകൂടെ ഉച്ചത്തിൽ ചോദിക്കുമായിരുന്നു. പക്ഷേ അതിലെ പ്രതിജ്ഞയിലെ ആദ്യത്തെ അംശം അത് കുറച്ചുകൂടെ ഉച്ചത്തിൽ പറയേണ്ടതായിരുന്നു. ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ ഭാവം. ഇത് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. ബാക്കിയൊക്കെ ഞാൻ പറയും ഗൗണമാണ്, വലിയ പ്രസക്തിയൊന്നുമില്ല ബാക്കി പറഞ്ഞ കാര്യത്തിന്. ഞാൻ കോൺഗ്രസിൽ നിന്ന് പെൻഷൻ ചോദിക്കുകയോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ കാര്യം. ഏറ്റവും പ്രധാനം അതിൽ പങ്കെടുത്ത ആളുകൾ ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈ ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ പഠിപ്പിച്ചതാരാണ്? ഈ പ്രതിജ്ഞയ്ക്ക് അന്തിമ രൂപം കൊടുക്കുന്നത് ആരുടെ കയ്യൊപ്പ് കിട്ടിയിട്ടാണ്? സാക്ഷാൽ മഹാത്മജി തൻ്റെ ഇതിന് കൊടുക്കുന്ന നേതൃത്വത്തിൽ ആശയ പുഷ്ടീകരണം കൊടുക്കുന്ന സമയത്ത് ടി കെ മാധവനൊക്കെ നേരിട്ട് കണ്ടപ്പോഴും, പിന്നീട് അദ്ദേഹത്തിനെ പ്രവർത്തകന്മാർ പോയി കണ്ടപ്പോഴും, മറ്റു പ്രവർത്തകന്മാർ അദ്ദേഹം ഇവിടെ വന്നപ്പോഴൊക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പ്രഖ്യാപിച്ചത് ഇത് എക്സ്ക്ലൂസീവ്ലി ഒരു ഹിന്ദു അഫെയറാണ് എന്നാണ്. ഇത് മതേതരമൊന്നുമല്ല, അങ്ങനൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇത് പറഞ്ഞ ഗാന്ധിജിയാണ് കേട്ടോ, ഞാനല്ല. ഇത് എക്സ്ക്ലൂസീവ്ലി പരിപൂർണമായി ഹിന്ദുവാണ്. അതുകൊണ്ടാണ് പ്രതിജ്ഞാവാചകത്തിൻ്റെ ആദ്യ ബിന്ദു തന്നെ ഞാൻ ഹിന്ദുവാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾക്ക് അവകാശം നിഷേധിച്ചതിനെതിരായിട്ടാണ് ഞാനിത് നടക്കുന്നത്. എൻ്റെ മനസ്സിലെയും കാലുഷ്യങ്ങളെയും മാലിന്യങ്ങളെയും നീക്കം ചെയ്യാനുള്ള ഒരു ശുദ്ധീകരണ ശ്രമമാണ് ഈ നടത്തുന്നത് എന്ന് പറഞ്ഞവരാണ് ആ വലിയ സമരത്തിൻ്റെ പങ്കാളികളായിരുന്നത്. പക്ഷേ ആധുനിക നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഈ ഉൾക്കാമ്പ്, അതിൻ്റെ ഉള്ളടക്കം ചോർന്നു പോകുന്നു. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. പിന്നൊരു പ്രധാന ബിന്ദു, ഇത് 1924 മാർച്ചിൽ തുടങ്ങി 1925 അവസാനിച്ച ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്നൊരു സമരപരിപാടി മാത്രമായി ചുരുക്കിക്കൊണ്ടുള്ള ചർച്ച വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അന്തരാംശത്തെ ഉൾക്കൊള്ളാൻ നമ്മളെ സഹായിക്കില്ല. ഇതൊരു തുടർച്ചയാണ്. ഇത് തുടർന്നു പോകുന്ന, ഇതിനൊരു ഭൂതകാലവുമുണ്ട്, ഇതിന് അനിവാര്യമായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാവി കാലവുമുണ്ട്. ഇത് ആ കാലഘട്ടത്തെക്കുറിച്ച് മാത്രമുള്ള ഒന്നായിരുന്നില്ല. ഏറ്റവും പ്രധാനം, നവോത്ഥാനം എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളമെങ്കിലും അതൊരു വൺ ഡേ വണ്ടറല്ല, ഒരു ദിന അത്ഭുതമല്ല. ഭാരതത്തിൽ നവോത്ഥാനം, ഭാരതം എന്നത് നവോത്ഥാനങ്ങളുടെ ഭൂമിയാണ്. എപ്പോഴെല്ലാമാണോ നമ്മൾ ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിച്ച്
അധർമ്മത്തിൻ്റെ, അനീതിയുടെ, അന്യായത്തിൻ്റെ മാർഗത്തിലേക്ക് അറിയാതെ വഴുതിപ്പോകുന്നത് ആയിരം ആണ്ടുകളുടെ പഴക്കമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ വ്യതിചലനം സ്വാഭാവികമാണ്, സംഭവിക്കാം. അറിയാതെ നമ്മുടെ അടിത്തറയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ചില വീഴ്ചകൾ വരാം. പക്ഷേ ആ വീഴ്ചകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി നേർപാതയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയുടെ പേരാണ് നവോത്ഥാനം. അതുകൊണ്ടാണ് ഗീതാകാരൻ എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് വീഴ്ചയുണ്ടാവുന്നത് ആ സമയത്ത് ഞാൻ അവതരിച്ചെത്തി ധർമ്മത്തെ രക്ഷിക്കും, അധർമ്മത്തെ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരർത്ഥത്തിൽ നവോത്ഥാന സംബന്ധിയായ ഒരു നിർവചനം കൂടിയായി വേണം നമ്മൾ എണ്ണാൻ. പല സന്ദർഭങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട്. വേദകാലത്തെ കഥകളെ പറയുമ്പോൾ പോലും ഒരു വേനൻ, ഇവിടെ രാജാക്കന്മാരുടെ ദുർഭരണ സമ്പ്രദായത്തെക്കുറിച്ച് ആദരണീയനായ അധ്യക്ഷൻ സൂചിപ്പിച്ചു. സത്യമാണ്, ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു രാജാവായിരുന്നു വേനൻ. വേനൻ അത്തരമൊരു കൃത്യം ചെയ്തപ്പോൾ അന്നത്തെ കാലത്ത് ഈ സംസ്കാരത്തിൻ്റെ, നമ്മുടെ തനിമയുടെ വക്താക്കളായ സന്യാസിമാർ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വേനൻ്റെ സഭയിലേക്ക് മാർച്ച് ചെയ്ത് വേനനെ രാജ സിംഹാസനത്തിൽ നിന്ന് പിടിച്ചിറക്കി സഭാമധ്യത്തിലിട്ട് തച്ചുകൊന്ന് അയാളുടെ തുടകടഞ്ഞു പൃഥു എന്ന രാജാവിനെ ഉണ്ടാക്കിയ കഥ പ്രതീകാത്മകമായിരിക്കാം. പക്ഷേ അതിലൊരു വസ്തുത അടങ്ങുന്നുണ്ട്. ധർമ്മത്തിന് അപജയമുണ്ടാകുമ്പോൾ ഇവിടെ നവോത്ഥാനം സംഭവിക്കും. അത് കാലങ്ങൾ പല സന്ദർഭങ്ങളിലും നടന്നിട്ടുണ്ട്. അത്തരമൊരു നവോത്ഥാനത്തിൻ്റെ നേതാവായിരുന്നു, ഭാരതത്തിൻ്റെ ദീർഘകാല ചരിത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആധുനിക കാലത്തെ നേതാവായിരുന്നു ശങ്കരാചാര്യർ എന്ന് പറയാം. ചിലർക്കെങ്കിലും ഒരു ആശങ്കയുണ്ടാവാം. കാരണം ഈ അയിത്തത്തിൻ്റെ മുഴുവൻ കാരണക്കാരനായ അപശൂദ്രാധികരണത്തെ ഒക്കെ ഉയർത്തി എഴുതുകയും കൊണ്ടുവരികയും ചെയ്ത ശങ്കരാചാര്യരെ ആണല്ലോ ഇണ്ടന്തുരുത്തിമന നമ്പൂതിരി മഹാത്മാജിയുടെ മുമ്പാകെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചത്. സത്യത്തിൽ അത് ശങ്കര കൃതി അല്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും, ശരിയായ സത്യപക്ഷത്ത് നിൽക്കുന്ന എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ പറഞ്ഞതാണ്. അതിന് വേറെയും തെളിവുണ്ട്. ഇപ്പോൾ ഉപദേശ സാഹസ്രിയിൽ ശങ്കര ഭഗവത്പാദർ വളരെ കൃത്യമായി ഏതേതിനെയെല്ലാമാണ് നമ്മൾ മുന്നേറാൻ വേണ്ടി ഒരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ, അതാണല്ലോ ആത്യന്തികമായ മുന്നേറ്റം, ആ മാർഗത്തിൽ ഉപേക്ഷിക്കേണ്ടത് ഏതെല്ലാമാണ് എന്ന് വിശദീകരിക്കുമ്പോൾ ശങ്കര ഭഗവത്പാദർ ആദ്യം തന്നെ പറയുന്നത് ഹിത്വാ ജാത്യാദി സംബന്ധാൻ, ആദ്യം ഇല്ലാതെയാക്കേണ്ടത് ജാതി പരമായ മേൽക്കോയ്മവാദമാണ്, അല്ലെ ഞാനിന്ന ജാതിയാണ് എന്നുള്ള ചിന്തയാണ്. ഹിത്വാ ജാത്യാദി സംബന്ധാൻ വാചോന്യാസഹ കർമ്മഭി ഓമിത്യേവം സദാത്മാനം സർവം തുല്യം പ്രപദ്യഥ എന്നാണ്. അപ്പോൾ എല്ലാ കെട്ടുപാടുകളും, അനാവശ്യമായ സംഭാഷണ സംസാര രീതികളും പെരുമാറ്റങ്ങളും, അതിനെല്ലാം ഉപരി ജാത്യാദി സംബന്ധാൻ, അതിനെ ഇല്ലാതെയാക്കണം എന്നാണ്. ജാതി തുടങ്ങിയ എല്ലാ കെട്ടുപാടുകളെയും സംഭാഷണത്തെയും അതിനെ കർമ്മത്തോടൊപ്പം ഉപേക്ഷിച്ചിട്ട് എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നതും ശുദ്ധവുമായ ആത്മാവിനെ പ്രണവരൂപത്തിൽ ധ്യാനിക്കുക എന്നാണ് ശങ്കരാചാര്യ ഉപദേശിക്കുന്നത്. ഈ വസ്തു ഇതേപോലെ തന്നെ ശങ്കരാചാര്യരെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ജാതി ഇല്ലാതെ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശം നൽകുന്നത് നിർവാണാഷ്ടകത്തിലും നമുക്ക് കാണാം. ന മൃത്യുർ ന ശങ്ക നമേ ജാതിഭേദ, ന മൃത്യുർ ന ശങ്ക നമേ ജാതിഭേദ, ജാതി പാടില്ല എന്നുള്ള അവസ്ഥ. ഇത് ഇങ്ങനൊരു ഭൂതകാലവും നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി നടന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ ഭൂതകാലത്തെക്കുറിച്ച് മനഃപൂർവ്വം സ്മരിക്കാതിരിക്കുക വഴി, ഇത് പറയുമ്പോൾ ആവർത്തിച്ചു കൊള്ളട്ടെ, ഇതിനെ കേവലം സ്മരിച്ചതുകൊണ്ട് മാത്രം നമുക്ക് മാറ്റം ഉണ്ടാവില്ല, പക്ഷെ നിഷേധിച്ചതുകൊണ്ട് വലിയ മേന്മയുണ്ട് എന്നും പറയുന്നത് ശരിയല്ല. ഈ ഒരു ഭൂതകാലവും ഉണ്ടായിരുന്നു. നവോത്ഥാനത്തിൻ്റെ ഒരു പ്രക്രിയ ഇവിടെ നടന്നു പോന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമുക്ക് ഭാരതത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് തന്നെ നടന്ന ഭക്തി പ്രസ്ഥാനത്തിലുമൊക്കെ, അല്ലെ ഭക്തിപ്രസ്ഥാനത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഈ ഒരു വായനയും നമുക്കിവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഭക്തിപ്രസ്ഥാനവും സ്വാതന്ത്ര്യ സമരവും തമ്മിൽ എന്താ ബന്ധം? അതിനൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുക ചെയ്യുന്നത്. ഹരിനാമകീർത്തനം ചർച്ച ചെയ്തിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച്
ഭാരതഭക്തിയെക്കുറിച്ച് ഏത് സ്വാതന്ത്ര്യ സമര ചർച്ചകളിലാണ്, ചരിത്ര സംബന്ധമായ ചർച്ചകളിലാണ് ഇന്ന് ഉദാഹരിച്ച് കേൾക്കാറുള്ളത് നമ്മൾ? തീർച്ചയായിട്ടും ഭാരതത്തിൽ നടന്നൊരു നവോത്ഥാന പ്രക്രിയ, സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണ കൊടുത്ത ഒന്ന്, ഭാരതഭക്തി സാധാരണ ജനങ്ങളിലേക്ക് പകർത്താൻ വേണ്ടി ഭക്തി പ്രസ്ഥാനവും വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് ഐ ഡു ഹോപ്പ് ദറ്റ് അവർ പ്രഫുൽജി വിൽ ടച്ച് ഓൺ ദാറ്റ് സബ്ജക്ട്സ് ഓൾസോ. എപ്പോഴൊക്കെയാണോ ഇങ്ങനെ നമ്മുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പിഴച്ച സമ്പ്രദായങ്ങൾ നമുക്കിടയിലേക്ക് വരുന്നത്, അപ്പോഴൊക്കെയും സ്വത്വത്തിൽ തനിമയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പരിവർത്തനങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചരിത്ര സംഭവം കൂടി ഇവിടെ ഉദാഹരിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. 1486 ഒരു സമാനമായ അവസ്ഥ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും നിലനിന്ന സാഹചര്യത്തിൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് വേണാടെന്ന് ഭരിച്ചിരുന്ന രാജാവ് ജയസിംഹദേവൻ നടപ്പിൽ വരുത്തിയൊരു പരിഷ്കാരത്തെക്കുറിച്ച് ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അവിടെ പെരയന്തെരുവിൽ അന്നത്തെ കാലത്ത് പരശുരാമ പെരുന്തെരുവ്, അവിടെ പരമ്പരാഗതമായി തുണികൾക്ക് ചായം തേക്കാൻ വേണ്ടി അന്യനാട്ടിൽ നിന്ന് വന്ന ജാതിയിൽ പിന്നാക്കക്കാരായ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഇതേപോലത്തുള്ള നിഷേധങ്ങളെയും നിരോധനങ്ങളെയും നേരിടേണ്ടി വന്നു ജാതിയിൽ മേലെയുള്ള യാഥാസ്ഥിതികരുടെ കയ്യിൽ നിന്നും. അവർക്ക് പൊതു ഇടങ്ങളിൽ നിന്ന് വെള്ളം കുടിച്ചുകൂടാ, പൊതുസ്ഥലങ്ങളിൽ നടന്നുകൂടാ, പ്രധാനപ്പെട്ട കോവിലുകളിൽ ആരാധനയ്ക്ക് പോയിക്കൂടാ. ഇങ്ങനെയെല്ലാമുള്ള കഠിനമായ വിവേചനത്തിന് ഇരയായിരുന്നു അവർ. ആ സന്ദർഭത്തിൽ എല്ലാ നാടും സന്ദർശിക്കുന്നത് പോലെ ജയസിംഹദേവൻ ആ പരശുരാമ പെരുന്തെരുവിലും അദ്ദേഹം എത്തിയ സമയത്ത് ഇവരുടെ പ്രതിനിധികൾ ധൈര്യം സംഭരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളുന്ന രാജാവിന് അവരുടെ പരിദേവനം സമർപ്പിച്ചു. ആ പരിദേവനം ഇദ്ദേഹം വടശ്ശേരി സന്ദർശിച്ച സമയത്ത് അവരുടെ ദുസ്ഥിതി അവതരിപ്പിച്ചു. അത് കേട്ട് മനസ്സിലാക്കിയ ജയസിംഹദേവൻ അദ്ദേഹം 4-5 ബിന്ദുക്കൾ അടങ്ങുന്ന, പോയിന്റ്സ് അടങ്ങുന്ന ഒരു സർക്കാർ ഓർഡർ, രാജാവിൻ്റെ ഓർഡർ പുറപ്പെടുവിച്ചു. ഈ ഉറപ്പിടിക്കാനുള്ള കാരണമാണ് ഒന്നാമത്തത്. എന്തെന്നാൽ ഇക്കൂട്ടർക്ക് എന്തെങ്കിലും പരാതിയുള്ള പക്ഷം രാജാവ് എഴുന്നള്ളുന്ന സമയത്ത്, ഇതൊക്കെ അക്കാലത്തെ ശബ്ദപ്രയോഗങ്ങളാണ് കേട്ടോ, രാജാവ് ആരാടോ എഴുന്നള്ളാൻ എന്നൊക്കെ ചോദിച്ചിട്ട് പുതിയ വിപ്ലവം ഒന്നും സംഘടിപ്പിക്കാൻ നിൽക്കണ്ട. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത്, ആവശ്യമുള്ളത് മാത്രം എടുക്കും. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. രാജാവ് ആനപ്പുറത്ത് എഴുന്നള്ളുന്ന സമയത്ത് അത് ഉണർത്തിക്കാവുന്നതാണ്. ആ രേഖ അപ്പാടെ ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. രണ്ടാമത്തത്, സൈന്യത്തിൻ്റെയും നാവിക സേനയുടെയും സംരക്ഷണത്തിനും പരിപാലനത്തിനും ആവശ്യമായതൊഴികെ ബാക്കി എല്ലാ നികുതികളും റദ്ദ് ചെയ്യുന്നു. എന്നാൽ ഇവരുടെ മേലെ അധിക നികുതി ഇല്ലാതാക്കുന്നു. 3, മേൽജാതിക്കാർ ഇവരുടെ മതപരമായ ആരാധനകളിലോ ഉത്സവങ്ങളിലോ ഇടപെടാൻ പാടുള്ളതല്ല. 4, ഇവരെ അനീതിക്ക് വിധേയമാക്കാൻ പാടുള്ളതല്ല. 5, വിലക്കുകൾ കൂടാതെ പൊതുകിണറുകളും കുളങ്ങളും ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. 6, ബ്രാഹ്മണരും പിള്ളമാരും മറ്റും മേൽജാതിക്കാരും ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് രാജകോപവും ശിക്ഷയും ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല 924 നടന്ന മുന്നേറ്റം എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഭൂതകാലത്തെക്കുറിച്ച്, നവോത്ഥാനങ്ങളുടേതാണ് നമ്മുടെ നാട്, എപ്പോഴെല്ലാമാണോ ശരിയായ വഴിയിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോഴൊക്കെയും ഒരു കറക്റ്റീവ് ആക്ഷൻസ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും, ശരിയായ ഭാരതീയത, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധമുള്ള ഭരണാധികാരിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. വൈക്കം സത്യാഗ്രഹം എങ്ങനെയാണ് നടന്നത്, ഏതെല്ലാം തരത്തിലാണ് അതിൻ്റെ മുന്നേറ്റം ഉണ്ടായത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ കൂടുതൽ ചർച്ചകൾ ഇനിയും നടക്കും എന്നതുകൊണ്ട്, ഇതിനു മുമ്പ് തന്നെ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. സൂചിപ്പിക്കപ്പെട്ടു, ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനായ, വത്സല ശിഷ്യനായ TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു നെടുന്തൂണായി, നട്ടല്ലായി നേതൃത്വം അദ്ദേഹമാണ് വഹിച്ചത്. പിന്നെ അനേകം നേതാക്കന്മാരുണ്ടായിരുന്നു. എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരും അതിന് നേതൃത്വം കൊടുത്തിരുന്നു എന്ന വസ്തുത നമുക്കറിയാം.
വോളണ്ടിയർമാരായി പങ്കെടുക്കുന്ന 3 പേര് എങ്ങനെയുള്ളവരായിരിക്കണം എന്നും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഒരു വലിയ സാമൂഹ്യ സമന്വയത്തിൻ്റെ, സമരസതയുടെ, ഏകീകരണത്തിൻ്റെ ഒരു ഉദാഹരണമെന്ന നിലയിലാണ് ഇത് നടന്നത്. അന്ന് നടന്ന ഈ സമര പരിപാടികളിലെ എല്ലാ വിഭാഗം ആളുകളുടെ പങ്കാളിത്തവും അതിൻ്റെ ഉള്ളടക്കമായ ഹിന്ദു നവീകരണം, ഹിന്ദു പരിഷ്കരണം എന്ന വശത്തെയും മറക്കുന്നതോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയും നിഷ്കരുണം തമസ്കരിക്കുന്നത് ഇക്കാലത്തെ നവോത്ഥാന ചർച്ച, ഈ പുത്തൻ നവോത്ഥാന ചർച്ചകളിൽ കാണാം. മന്നത്തു പത്മനാഭനോ ടി.കെ. മാധവനോ, എന്തിന് ആമചാടി തേവനോ, അല്ലെങ്കിൽ പാലക്കുഴക്കാരൻ ആ പാവം ഇളയതിൻ്റെയോ പേരെവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? അവരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നേയില്ല. ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്ന തലമുറ ഒരുപക്ഷെ ധരിക്കുക, കേരളത്തിലെ ആളുകളെ ഈ ജാതി കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒരേ ഒരാളാണ്, അത് ഇ.വി. രാമസ്വാമി നായ്ക്കരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പേരുകാരെക്കുറിച്ചൊക്കെ ഉള്ളത് നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ കേട്ടിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ശതാബ്ദി സന്ദർഭത്തിൽ പോലും അവരെക്കുറിച്ച് പറയേണ്ട ഒരു ചെറിയ ചിത്രമെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അവരെ ഒന്ന് ആദരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതായിരുന്നു നമുക്കിത് പലപ്പോഴും ആത്മാക്കളുടെ അനുഗ്രഹം കൂടി ഉണ്ടാവണമല്ലോ. അവർ നമ്മളെ ശപിക്കുകയൊന്നുമില്ല, പക്ഷേ അവരെ കൂടി ഓർത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു വസ്തുത കൂടി സൂചിപ്പിച്ച് ഞാൻ ഈ ഉള്ളടക്കത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒരല്പം കൂടി ചർച്ച ചെയ്ത് ഞാൻ അവസാനിപ്പിക്കും. മറ്റാരെയുമല്ല, ഇതിൻ്റെ നെടുന്തൂണായി നിന്ന ടി.കെ. മാധവൻ വൈക്കം സത്യാഗ്രഹം എന്തായിരുന്നു എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. സമരം ഏറെക്കുറെ പൂർത്തിയായതിനു ശേഷം 1926 മെയ് 22, 23 തീയതികളിൽ ഹരിപ്പാട് വെച്ച് നടന്ന ഒരു സുപ്രധാന സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ദീർഘമായി വിശദീകരിക്കണം, എന്താണ് അത് എന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പ്രൗഢമായ സദസ്സിനെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട്, പ്രൗഢമായ സദസ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ കേരളത്തിൻ്റെ അന്നത്തെ സാംസ്കാരിക പരിച്ഛേദം മുഴുവൻ വള്ളത്തോൾ നാരായണ മേനോൻ തുടങ്ങി നാലപ്പാട് നാരായണ മേനോൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രഗത്ഭ മതികളുമുള്ള സദസ്സിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വൈക്കം സത്യാഗ്രഹം ഹിന്ദു ധർമ്മ പരിഷ്കരണത്തിനായി നടന്ന പോരാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് തരാനുള്ള അർഹത ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ, പലർക്കുണ്ട്, ഒരാൾക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ടി.കെ. മാധവനുള്ളതാണ്. അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് വൈക്കം സത്യാഗ്രഹം ഹിന്ദുധർമ്മ പരിഷ്കരണത്തിനുള്ളതായിരുന്നു. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ, ഞാൻ ഹിന്ദുധർമ്മത്തിൽ സ്ഥിരമായി ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരുവനാകുന്നു, എൻ്റെ വിശ്വാസത്തിന് എൻ്റെ ആത്മാവോളം തന്നെ ആഴമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. തുടക്കത്തിൽ തന്നെ ഇത് പ്രഖ്യാപിച്ച് ആത്മവിദ്യാസംഘം നടത്തിയ സമ്മേളനമായിരുന്നു അത്. അതിൽ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് സാമാന്യമായി ദീർഘമായി അഭിപ്രായം പറയണം എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് കേരളത്തിൻ്റെ അഭിപ്രായ നേതാക്കന്മാർ, ഒപ്പീനിയൻ ലീഡേഴ്സ് അല്ലെ ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന അർത്ഥത്തിൽ സംബന്ധിക്കുന്ന ഈ സദസ്സിൽ ഞാനിത് വിശദീകരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു മതത്തെ പരിഷ്കരിച്ച് ഹിന്ദുധർമ്മത്തെയും ഹൈന്ദവ നാഗരികതയെയും ഉദ്ധരിക്കുന്നതിന് ഉദ്ദിഷ്ടമായിരിക്കുന്ന വിശാലമായ കാര്യപരിപാടി ഈ പരിപാടിയുടെ ഒരു അംശഭൂതമാകുന്നു. എന്നുവെച്ചാൽ ഇതൊരു സിവിലൈസേഷണൽ വാറാണെന്ന് ഇന്നത്തെ മോഡേൺ ഭാഷയിൽ, ആധുനിക ഭാഷയിൽ ഇതൊരു നാഗരികതാ യുദ്ധമാണ് എന്നാണ് ടി.കെ. മാധവൻ. ഇത് സമരം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞല്ല, മാസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിച്ചതാണ്. ഇതായിരുന്നു. പിന്നെ പ്രധാനമായി അദ്ദേഹം ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം, ഈഴവർ ഹിന്ദുക്കളാണോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭണം ഹിന്ദുമത പരിഷ്കരണത്തെയും ഹിന്ദുധർമ്മ സ്ഥാപനത്തെയും സഹായിക്കുന്നത് എങ്ങനെ എന്ന് വിവരിക്കുന്നതിന് മുമ്പായി ഈഴവരും മറ്റും ഹിന്ദുക്കളാണോ എന്ന് ഈഴവരായ എൻ്റെ ചില മാന്യസ്നേഹിതർ ചോദിക്കുന്നതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നു, ഈ ഇന്ന് നിലനിൽക്കുന്ന ജാതി പ്രശ്നങ്ങളെ മുൻനിർത്തി
ചില നേതാക്കന്മാരുടെ പേരും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഇതിവിടെ ഉദ്ധരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ചില നേതാക്കന്മാർ ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയെ മുൻനിർത്തി മതം മാറ്റം നടത്തണം എന്ന് പറയുന്നുണ്ട്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഈ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണം. ഈഴവർ ഹിന്ദുക്കളാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം, സവർണ ഹിന്ദുക്കളുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന സുപ്രധാനമായ ഉത്തരം, ആ ഉത്തരം എന്താണ്? ഞാൻ ഹിന്ദുവാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്താണ്? ചില ചോദിക്കുന്നു, നിങ്ങൾ വർണ്ണബാഹ്യന്മാരല്ലേ, ചാതുർവർണ്ണത്തിൽ ഉൾപ്പെടുമോ, സ്മൃതികൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം, എനിക്ക് പറയാനുള്ള മറുപടി ഒന്നു മാത്രമാണ്, ഞാനൊരു ഹിന്ദുവാണെന്ന് മറ്റുള്ളവരുടെ അംഗീകരണത്തിന് ഞാൻ കാത്തു നിൽക്കുന്നില്ല എന്നാണ്. ഒരു സ്മൃതിയുടെയും ഒരു സ്മാർത്തൻ്റെയും ഒരു ഗ്രന്ഥത്തിൻ്റെയും ഒരു ജാതി മേലാളിൻ്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നു ഞാനൊരു ഹിന്ദുവാണ് എന്ന്. ഇപ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാറിനോട്, രാഷ്ട്രീയ സ്വയംസേവക സംഘ സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗേവാറിനോട് ചിലർ ചോദിച്ചു, ഈ ആധുനിക കാലത്തിന് യുക്തമായ ഒരു നിർവചനം ഹിന്ദുത്വത്തിന് തരാമോ എന്ന്. അന്ന് ഡോക്ടർജി പറഞ്ഞത് ഇതേ ഉത്തരമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ്, അതാണ് എൻ്റെ ഹിന്ദുവിനെ കുറിച്ചുള്ള നിർവചനം, ബാക്കിയൊക്കെ നിങ്ങൾ തേടി പിടിച്ചു. ടി കെ മാധവൻ അന്ന് നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞത് ഞാനൊരു ഹിന്ദുവാണ് എന്നതാണ്. അതുമാത്രമല്ല, ഈ ഞാനൊരു ഹിന്ദുവാണ് എന്നത് ഒരംഗീകരണത്തിന് ഞാൻ കാത്തു നിൽക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഹിന്ദുവാണെന്ന് പറയാനുള്ള ജന്മാവകാശമുണ്ട് എനിക്ക്. ഇപ്പോൾ ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുമ്പോൾ അദ്ദേഹം സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ് എന്ന് പ്രഖ്യാപിച്ചതുപോലെയാണ് ടി കെ മാധവൻ ഇവിടെ ഹിന്ദുത്വത്തെ നിർവചിച്ച് പറയുന്നത്. അതും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർവചിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ഹിന്ദുവാണ് എന്നത് എൻ്റെ ജന്മാവകാശമാണ്. അതിനി ഏതവനെങ്കിലും നിഷേധിക്കുന്നുണ്ടോ എങ്കിൽ അവർക്കെതിരെ പൊരുതി എന്ന് പറയുമ്പോൾ ആയുധെടുത്ത് പൊരുതാൻ നല്ല കേട്ടോ, വിപ്ലവം നടത്തുക എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞു, സഹന സമരത്തിലൂടെ, ധാർമ്മിക പ്രതികരണത്തിലൂടെ, പ്രതിഷേധത്തിലൂടെ അവനെ കൊണ്ട് ഞാനത് സമ്മതിപ്പിക്കും. ഇതാണ് ടി കെ മാധവൻ എന്ന സാത്വികനായ മനുഷ്യൻ അവിടെ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, സത്യധർമ്മങ്ങൾക്കെതിരാം സമുദായത്തിൻ്റെ അംഗീകരണത്തെ ഞാൻ വകവയ്ക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നതല്ല. അവയെ അക്രമരഹിതമായി എതിർത്തും അനാദരിച്ചും ഞാൻ പരിഷ്കരിക്കും. സത്യധർമ്മങ്ങളെ ആദരിച്ച് അവർ എന്നെ ഹിന്ദുവായി അംഗീകരിക്കുന്നില്ലെങ്കിൽ ധർമ്മസമരം നടത്തി അവരെ കൊണ്ട് ഞാൻ അത് അംഗീകരിപ്പിക്കും. കാരണം ഹിന്ദുവായിരിക്കുക എന്നത് എൻ്റെ ബർത്ത് റൈറ്റാണ്, എൻ്റെ ജന്മാവകാശമാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഹിന്ദുധർമ്മത്തിൻ്റെ മൂലസിദ്ധാന്തം ഞാനൊരു സ്മൃതിയും നോക്കിയല്ല പഠിച്ചത്, രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഞാൻ പഠിച്ചത്. ഒന്ന്, ഞാൻ ഹരിനാമ കീർത്തനം കേട്ടു. ചെറുപ്പത്തിലെ എൻ്റെ വൃദ്ധസാത്വിക മാതാവ്, എൻ്റെ അമ്മ ഹരിനാമ കീർത്തനം ചൊല്ലുമായിരുന്നു. അതിലെ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, അത് തോന്നുന്നതാകിൽ അഖിലം ജ്ഞാനതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഈ വരികളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. ചെറുപ്പത്തിൽ അതിൻ്റെ അർത്ഥതലങ്ങളൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല, അതിൻ്റെ വേദാന്ത സ്വരൂപമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു വസ്തുത എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. അത് പിന്നീട് എൻ്റെ മുന്നിൽ തെളിച്ചു തന്നു സ്വാമി വിവേകാനന്ദൻ്റെ ദർശനങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ്, ഹരിനാമകീർത്തനവും അതേപോലെ വിവേകാനന്ദൻ്റെ കാഴ്ചപ്പാടും. ഇതിലൂടെയാണ് ഞാൻ അനന്തകാലത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ പ്രസംഗങ്ങൾ വായിച്ച കാലത്താണ് അമ്മയുടെ മുഖകമലത്തിൽ നിന്ന് വികളിച്ച ഇളം പ്രായത്തിൽ എൻ്റെ ഹൃദയതലത്തിൽ ആപതിച്ചിരുന്ന ഈ ശ്ലോകത്തിൻ്റെ അർത്ഥബോധം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്നാണ് ടി കെ മാധവനോട് പ്രസംഗിച്ചത്. അപ്പോൾ ശരിയായ അർത്ഥത്തിൽ വൈക്കം സത്യാഗ്രഹത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ ഉള്ളടക്കത്തെ നിഷേധിച്ചുകൊണ്ട് ഈ മുഴുവൻ രാഷ്ട്രത്തെയും, ഈ ഹിന്ദുത്വത്തിൻ്റെ പ്രഭവഭൂമിയായ, ഉദ്ഭവഭൂമിയായ ഈ ഭാരതത്തെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമരപരിപാടി തന്നെയായിരുന്നു അന്നവിടെ നടന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആധുനിക കാലത്ത് നമ്മൾ ഈ വൈക്കം സത്യാഗ്രഹത്തെ വിലയിരുത്താൻ. അപ്പോൾ മാത്രമേ ഇതിൽ നിന്നുള്ള സന്ദേശം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. പകരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം പോലും കട്ടിംഗ് സൗത്താക്കി മാറ്റാൻ ശ്രമിച്ചാൽ, ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ മുഖ്യ സന്ദേശമായി ദക്ഷിണ ഭാരതത്തിലെ 2 സംസ്ഥാനങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി എടുത്തത് സനാതനത്തെ ഇല്ലാതെയാക്കുക. സനാതനത്തെ,
ഇവരെല്ലാം ആണയിടുന്ന ബുദ്ധ ഭഗവാൻ പോലും അദ്ദേഹത്തിൻ്റെ ധർമ്മസന്ദേശങ്ങളുടെ ഏറ്റവും പ്രധാന സന്ദേശമായി പറഞ്ഞത് എന്താ? ഏഷ ധർമ്മ സനാതന. പാലിയിലാണെങ്കിൽ എസ്സ ധർമ്മ സനാതനോ. ഇതായിരുന്നു ബുദ്ധൻ്റെ സന്ദേശം. ഈ ധർമ്മം സനാതനമാണ് എന്നതാണ്. പക്ഷേ ഈ സനാതനത്തെ നിഹനിക്കുവാൻ, ഇല്ലാതെയാക്കാൻ, അതാണ് സന്ദേശം. ഭാരതത്തിൻ്റെ ഭാഗമല്ല, ഈ സംസ്കൃതിയുടെ ഭാഗമല്ല തെക്കൻ പ്രദേശമെന്ന് ശഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് കേരളത്തെയാണ്, ഏത് ദക്ഷിണ ഭാരതത്തെയാണ് മുറിച്ചകറ്റാൻ ഈ കൂട്ടർ ശ്രമിക്കുന്നത്? തെറ്റായ നറേറ്റീവ്സ്, തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക്, അതിലുപരി വളർന്നു വരുന്ന തലമുറയിലേക്ക് പകർന്നു നൽകുവാൻ ഇത്തരം പവിത്രമായ മുഹൂർത്തത്തെ പോലും ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ തിരിച്ചറിവ് ആധുനിക കാലത്ത് നമുക്ക്, ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിക്ക് ഈ തിരിച്ചറിവ് അനിവാര്യമാണ്. എങ്ങനെയാണ് എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട സദ്ബുദ്ധികൾ, ശരിയാണ്, കുഴപ്പക്കാരായ ആളുകൾ എല്ലാ ജാതി വിഭാഗത്തിലും ഉണ്ടാകും. ഈ ഏകീകരണത്തിനെതിരായി പ്രവർത്തിച്ച, ഏകീകരണത്തിനും മുന്നേറ്റത്തിനും സത്യാഗ്രഹത്തിനും വരെ എതിരായി പ്രവർത്തിച്ച ആളുകൾ കേവലം ഏതെങ്കിലും ജാതി മേൽക്കോയ്മയിൽപ്പെട്ടവരായിരുന്നോ? ശരിയായ വിശകലനം ചെയ്താൽ, ഞാൻ അത്തരം ചർച്ചകളിലേക്ക് നയിക്കുന്നില്ല. ജാതിയല്ല അതിന് കാരണം, മനസ്സിൻ്റെ ഉള്ളിലെ വികാരമാണ്. ആ വികാരത്തെ സദ്ബുദ്ധിയോടുകൂടി കാണാൻ കഴിയുന്ന ആളുകളെല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരമൊരു വലിയ ഏകീകരണം, ആ ഏകീകരണത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് വൈക്കം സത്യാഗ്രഹം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഈ മഹത്തായ ഉള്ളടക്കത്തെ, ഈ തനിമയെ നിരാകരിച്ചുകൊണ്ടോ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച മഹത്തുക്കളെ വിസ്മരിച്ചുകൊണ്ടോ ഉള്ള ആഘോഷങ്ങളല്ല വേണ്ടത്. അവരെ സ്മരിച്ചുകൊണ്ടും ആ സന്ദേശത്തെ കേന്ദ്രബിന്ദുവായി പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നേറാനുള്ള, സംഘടിച്ച് മുന്നോട്ട് പോകാനുള്ള, ഗുരുദേവനൊക്കെ പറഞ്ഞ ആ സംഘടിച്ച് മുന്നോട്ട് പോകാനുള്ള, ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഇതിന് നൽകിയ സന്ദേശത്തിലൊക്കെ അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം അതിനെ മുഴുവൻ സ്മരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ആധുനിക കേരളം സമൃദ്ധമായ, സമ്പന്നമായ ഒരു കേരളമായി മാറുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒപ്പം ഈ സെമിനാർ ബഹുമാന്യനായ അണ്ണാമലയുടെ അസാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി, അദ്ദേഹത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.